ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപഴവും ശർക്കരയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ചെറുപഴം തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ശർക്കരപ്പാനിയാണ്. ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. 2-3 ഏലക്കായും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/4 കപ്പ് റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ്. ഒരു നുള്ള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനി നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ശർക്കരപ്പാനിയും പഴത്തിൻ്റെയും ബാറ്ററിലാണ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എള്ള് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എള്ളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. അധികം ലൂസായി പോവാനും പാടില്ല, തിക്കാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം. ഇതിനി മൂടി വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടാൻ പാടാണ്. ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം ഒന്ന് മൂത്ത് വന്നാൽ തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. ഇതിനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. പഴവും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.